ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം 30-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം വായിക്കട്ടെ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അടിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഇതോട് ചേർന്ന് യെശയ്യാപ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കട്ടെ. അതിൻ്റെ അവസാനം ഭാഗം, മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി എന്നെ ഇടിവിച്ചിരിക്കുന്നു. ഇത്ര മനോഹരമായൊരു വസ്തുതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മെ രക്ഷ ധരിപ്പിച്ചതും നമ്മുടെ രട്ട് മാറ്റിത്തന്നതും എല്ലാം, സന്തോഷം ഉടുപ്പിച്ചതും എല്ലാം ദൈവം തന്നെ നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് നമുക്ക് നേടിയെടുക്കുവാനോ നമ്മുടേതായ എന്തെങ്കിലും കാര്യം കൊണ്ട് ചെയ്തെടുക്കുവാനോ കഴിയുന്ന ഒരു കാര്യമല്ല. കർത്താവ് നമ്മുടെ രട്ടിനെ അഴിച്ചു കളഞ്ഞിട്ട് സന്തോഷം നമ്മെ ഉടുപ്പിച്ചു. നമ്മുടെ വിലാപത്തെ കർത്താവ് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് നൃത്തം ചെയ്യുന്ന അനുഭവം ദൈവം നൽകിത്തന്നു. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നാം ചെയ്തതിനൊന്നും പകരമായിട്ടല്ല, നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടായിട്ടല്ല, കർത്താവിൻ്റെ ദാനമാണ്. ഒരു മണവാട്ടി അണിഞ്ഞൊരുങ്ങുന്നത് അവൾ തന്നെ അണിഞ്ഞൊരുങ്ങുകയല്ല, അവളെ തോഴിമാർ അവളുടെ ചുറ്റും നിന്ന് അവളെ അണിയിച്ചൊരുക്കുന്നത് പോലെ എന്നാണ് ഇവിടെ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവളെ തന്നെ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ നീതി കൊണ്ട് നമ്മളെ പൂർണ്ണമായി മൂടി ആ രക്ഷാവസ്ത്രം നമ്മിലിട്ടു. നമുക്ക് ആ വസ്ത്രം ധരിച്ച് ഏറ്റവും ശുദ്ധവും ശുഭ്രവുമായ മണവാട്ടിയായി കർത്താവിൻ്റെ കാന്തയായി വെളിപ്പെടുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഏറ്റവും വലിയ മുഖാന്തരം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയായി. എപ്പോഴും നാം അതോർക്കുക. കർത്താവ് തൻ്റെ കൃപയാൽ അവിടുത്തെ ദാനം നമുക്ക് നൽകിത്തന്ന്, രക്ഷയെന്ന ദാനത്തെ നൽകിത്തന്ന് നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മാത്രമല്ല, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മുടെ സ്ഥാനം മാറ്റി, നമ്മുടെ വസ്ത്രം മാറ്റി, നമ്മുടെ വായിലെ ആ പാട്ട് മാറ്റി, നമ്മുടെ അന്തർഭാഗത്ത് ആ വിലാപത്തിൻ്റെ അനുഭവം മാറ്റി സന്തോഷം കൊണ്ട് നമ്മെ നിറച്ചു. നമ്മെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തി, പൂർണ്ണമായും മാറ്റിയെടുത്ത ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രക്രിയയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആ ദൈവസന്നിധിയോടടുക്കുവാൻ എന്തെങ്കിലും യോഗ്യതയോ പ്രാഗൽഭ്യമോ ഉണ്ടായിരുന്നതല്ല. കർത്താവ് തേടി വന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനമെന്നോണം നമുക്ക് പല പദവികളും അവകാശങ്ങളും കർത്താവ് നൽകി തന്നു. 30-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്ന, യഹോവേ നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. അതും കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നിലനിൽക്കുന്നത്, നാം ആയിരിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങളും എല്ലാ നല്ല ദാനവും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് മാത്രമാണ്. ജീവിതത്തെ ആ ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവനുള്ളവരെന്നുള്ള ആ ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ്.